ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ഒരുങ്ങി കെട്ടിയിട്ട് ഞാനും പ്രസാദേട്ടനും കൂടി ഞങ്ങൾ മയിൽ വാഹനത്തിലേറിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഒരു കല്യാണത്തിന് പോകാണ് കേട്ടോ. കല്യാണം എവിടെയെന്ന് വെച്ചാൽ ചുഴലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കല്യാണം. ഇവിടുത്തെ അമ്മേൻ്റെ ഏട്ടത്തിൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കല്യാണ പെണ്ണിനും ചെക്കനൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കല്യാണ സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. പെണ്ണിനും ചെക്കനൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അവിടെ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ എടുക്കാതിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതാ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഞാനും ബസ്സായിട്ട് തിരിച്ച് പോരാൻ കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ടാട്ടോ ഷാള് തോളിലിട്ടത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ പ്രസാദം പറഞ്ഞു വാ ഒരു വഴിക്ക് പോകാനുണ്ട് പറഞ്ഞിട്ട് എങ്ങോട്ടൊന്നൊന്നും പറഞ്ഞില്ല. കൊണ്ടുവന്നത് ഇങ്ങോട്ടാട്ടോ, ആടുജീവിതം കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ എനിക്ക്. കാരണം ഞാൻ ഈ ആടുജീവിതം കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബെന്യാമിൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ആ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നിട്ടുണ്ട്. ഒരാൾ അനുഭവിച്ച കഥയാണല്ലോ. പക്ഷേ ആടുജീവിതം റിലീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നമുക്ക് കാണാൻ പോകുമല്ലേ. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു വേണ്ട നമുക്ക് കാണാൻ പോകണ്ട. അങ്ങനെ സർപ്രൈസായിട്ട് ആടുജീവിതം കാണാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഇവിടെ കക്കട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തിയേറ്ററിലാണ് കേട്ടോ. അപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കാണാൻ വരണ്ടില്ലായിരുന്നു. കാരണം ഒരാൾ അനുഭവിച്ചൊരു നരകയാതന സിനിമയിൽ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നിട്ടോ. ഇങ്ങനെയൊക്കെ എത്രയോ ആൾക്കാരങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടാവില്ലേ. ഇതിപ്പോൾ ഒരാൾ മാത്രമല്ല രക്ഷപ്പെട്ടിട്ടുള്ളൂ. രക്ഷപ്പെടാതെ എത്രയോ ആൾക്കാരങ്ങനെ അവിടെ തന്നെ മരിച്ചു പോണ എത്രയോ ആൾക്കാരുണ്ടാവും. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ്റെ അഭിനയശേഷി പറയാതിരിക്കാൻ വയ്യാട്ടോ. പിന്നെ അതിലെ എല്ലാ കഥാപാത്രങ്ങളും ഓരോ കഥാപാത്രങ്ങളും അതിൽ പുതിയതായിട്ട് വന്ന പയ്യനൊക്കെ നന്നായിട്ട് നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വൈകിട്ടൊരു 4:15 സിനിമ തുടങ്ങിയത്. പിന്നെ ഒരു 7:15 സിനിമ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പ്രസാദേട്ടന് വെയിറ്റ് ചെയ്യാണ്, വണ്ടി പാർക്കിങ്ങിലാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയ്ക്ക് ഉണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. പോരുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. നമ്മുടെ ചങ്ങാതിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഒരു മസാല ദോശയും ഒരു പഴംപൊരിയും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മസാല ദോശ നമ്മുടെ ചങ്ങാതിക്കാണ്, പഴംപൊരി എനിക്കാണ് കേട്ടോ. എനിക്ക് കല്യാണത്തിന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് അധികം വിശപ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എനിക്കിങ്ങനെ സർപ്രൈസ് തന്നതുകൊണ്ടാട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ നല്ലൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. അതൊരു കഥയല്ലല്ലോ, നടന്ന സംഭവമല്ലെന്ന് ആലോചിച്ച് നോക്കി.